ഈ രീതിയിൽ ഒരിക്കൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ ഇനി ഉണ്ണിയപ്പം ഇങ്ങനെ മാത്രം ഉണ്ടാക്കൂ. വേറൊരു മെത്തേഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഇതിലും മികച്ചൊരു രുചിക്കൂട്ട് വേറെയില്ല. വായിലിട്ടാൽ അലിഞ്ഞു പോകും നാടൻ ഉണ്ണിയപ്പം. എൻ്റെ വല്യമ്മ പറഞ്ഞു തന്ന രഹസ്യക്കൂട്ടാണ് ഇത്. അത് കൊണ്ട് നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. അത് ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് ഉണ്ടാവും. ഇങ്ങനെ പൊട്ടിച്ചാൽ രുചിയാണെങ്കിൽ അസാധ്യ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അത്രയും രുചിയാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് നോക്കിയാലോ. ശർക്കരയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. 1 കിലോ ശർക്കരയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇത്രയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് അതിൽ നിന്നൊരു 5-6 അച്ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അജ്മീഡ റവപ്പൊടി, 1.5 നായി പച്ചരിയാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നത്. അതുപോലെ ഒരു തേങ്ങ മുറിച്ചിട്ട് അതിൻ്റെ പകുതി കുത്തിയിട്ടും നുറുക്കി വെച്ചിട്ടുണ്ട്, പകുതി ചിരകിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതാ മൈദയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്കിതൊക്കെ എത്ര ക്വാണ്ടിറ്റി എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ നെയ്യ്, ഒരു ചെറിയ കുപ്പി നെയ്യ്, അത് ഫുള്ളൊന്നും വേണ്ട. 2 ടേബിൾ സ്പൂണ് നെയ്യ് എടുത്തിട്ട് നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 6 അച്ച് ശർക്കര ഞാൻ ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഗ്യാസ് കൗണ്ടറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂണ് നെയ്യ് മതിയാവും കേട്ടോ, അതിൽ കൂടുതലൊന്നും വേണ്ട. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടണം കേട്ടോ. നല്ലൊരു വറവ് മണം വരില്ലേ, അതേമാതിരി നല്ല വറവ് മണം വരണം. അപ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു വറവ് മണമൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഞാൻ ഇതാരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എന്നാലാണ് നമ്മുടെ ഉണ്ണിയപ്പം അത്രയും പെർഫെക്റ്റായിട്ട് ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ആയി കിട്ടുള്ളൂ. അപ്പം നമ്മുടേത് നല്ലവണ്ണം വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ബ്രൗൺ കളറായി കിട്ടണം. ഇനി നമ്മളുടെ ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ശർക്കരപ്പാവ് നല്ലവണ്ണം തിളച്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ മണികളൊക്കെ ഓരോന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബാക്കി ഒരുവിധം സെറ്റായിട്ട് നമ്മൾ ശർക്കരപ്പാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ അതേ പാനിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും കേട്ടോ, അത്രയൊന്നും മതി. ഇതിലേക്ക് നമ്മളുടെ തേങ്ങാക്കൊത്താണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. തേങ്ങാക്കൊത്ത് നല്ലവണ്ണം നമുക്കൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. ചെറുതാക്കിയിട്ടാണ് നമ്മുടെ തേങ്ങാക്കൊത്ത് ഞാൻ നുറുക്കിയെടുത്തിരിക്കുന്നത്. നല്ല വലിയ വലിയ പോത്തൻ കഷ്ണങ്ങളൊക്കെ ആക്കി നുറുക്കിയെടുക്കുമ്പോൾ ഒരിതുണ്ടാവില്ല. ഇതുപോലെ ചെറുതാക്കി നുറുക്കിയെടുക്കുമ്പോഴാണെങ്കിൽ അത് കടിക്കാനൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രസമാണ്. നേരത്തെ തേങ്ങ വറുത്തത് കാണിച്ചില്ലേ, ചിരവിയത് വറുത്തത്, അത് നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിലും വറക്കാം കേട്ടോ. രണ്ടും വെളിച്ചെണ്ണയിൽ വറുത്താലും കുഴപ്പമൊന്നുമില്ല. നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് വറുക്കുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. കുതിർത്തി വെച്ച അരി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ തേങ്ങ, ഇതാണ് ഇതിൽ മെയിൻ കേട്ടോ. നമ്മളുടെ വറുത്ത് വെച്ച നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങയും ഞാൻ ഈ അരക്കുന്ന അരിയിലൂടെ കൂട്ടുകയാണ് കേട്ടോ. 2 ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ നല്ല ഫൈനായിട്ട് നമ്മളുടെ തേങ്ങയും ഏലക്കായും പിന്നെ പച്ചരിയും ഒക്കെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിനാണ് ഞാൻ റവ എടുക്കുന്നത് കേട്ടോ. ഇതുപോലൊരു ഗ്ലാസ്സിനാണ് റവ എടുക്കുന്നത്. ഇതേ മെത്തേഡിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ക്വാണ്ടിറ്റി കൂട്ടുമ്പോൾ അതിനനുസരിച്ച് റവയുടെയും മൈദയുടെയും അളവ് കൂട്ടിയാൽ മതി. ഇപ്പോൾ 1 ഗ്ലാസ് റവയാണ് ഞാനൊരു ഗ്ലാസ്സിന് 1.5 നാഴി അരി കുതിർത്തതിന് എടുത്തിരിക്കുന്നത്. അതേ ഗ്ലാസ്സിൽ പകുതി മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ്സിൽ പകുതിയോളം മൈദയാണ്, റവയുടെ പകുതി മൈദയാണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ശർക്കരപ്പാവ് ഇനി നമ്മളുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഒന്ന് നല്ല സെറ്റായിട്ട് ഇത് ഒന്ന് നല്ലവണ്ണം കുഴച്ച് സെറ്റായി ഇതാക്കി എടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു പിഞ്ച് ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങ അരിയിലൊക്കെ ഒപ്പം അരച്ച് നമ്മുടെ ഉണ്ണിയപ്പത്തിന് കടിക്കുമ്പോൾ തന്നെ തേങ്ങ കടിക്കാൻ കിട്ടുന്നതിലും ആ മാവിലും പിന്നെ ബോൾസും കടിക്കുമ്പോൾ തന്നെ അത്രയും അസാധ്യ ടേസ്റ്റാണ് ഉണ്ടാവുക.
ഇതുപോലെ ഉണ്ടാക്കി ഒരിക്കലും നിങ്ങൾ നോക്കി നോക്കി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് അടിപൊളി ടേസ്റ്റാണ് എന്നുള്ളത്. അപ്പോൾ ഇത് നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കട്ടയൊന്നും ഇല്ലാണ്ട് ഇതിൽ നമ്മൾ കുറവയും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ കട്ടകളുണ്ട്. അത് നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടാണെങ്കിലും നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ തരിതരിപ്പും കട്ടയൊക്കെ മാറിയിട്ട് നല്ലവണ്ണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ തേങ്ങാക്കൊത്തിന് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ കണ്ടോ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ലൊരു മണം ഈ മാവിന് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഈ ബട്ടറിന് തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. മോളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. മോള് പറയുന്നുണ്ട് എന്താ മണം എന്ന് പറയുന്നുണ്ട്, ഉമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത്രയും ടേസ്റ്റുള്ള ഒരു ഉണ്ണിയപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ. അതിൽ കൂടുതലൊന്നും വെക്കണ്ട. നമ്മളെ റവയൊക്കെ ഒന്ന് പെരുകി സെറ്റായി വരാൻ വേണ്ടിയാണ്. കണ്ടോ അപ്പോൾ നമ്മളെ റവയൊക്കെ ഒന്ന് പെരുകി വന്നിട്ടുണ്ട്. 1 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ബാറ്ററൊക്കെ ഒന്ന് കട്ടിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി. ഗ്യാസിൽ വെക്കുന്ന ഉണ്ണിയപ്പച്ചട്ടിയാണ് നമുക്കുള്ളത്. ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്, പെട്ടെന്ന് വിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. ഇനി നമ്മളുടെ ബാറ്റർ നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ കുഴികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റുള്ള അസാധ്യ ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടിട്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അടിപൊളി ഉണ്ണിയപ്പാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന്. പഴമയുടെ ഈ യഥാർത്ഥ രുചിക്കൂട്ട് നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ട് എന്നുള്ളതൊന്ന് പറയണേ. ഇതുപോലുള്ള നല്ല നാടൻ രുചികളും വിശേഷങ്ങളും ഇനിയും കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അത് മറക്കണ്ട, ഒന്നും കൂടി ഓർമ്മിപ്പിച്ചതാണ്. അപ്പം എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് കയറിയിട്ട് നോക്കണേ. ഉണ്ണിയപ്പം ഒന്ന് പൊട്ടിച്ച് സോഫ്റ്റ്നെസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മോളോട് പറഞ്ഞപ്പോൾ ചെറിയ 3 വയസ്സുള്ള മോന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് കാട്ടുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കണ്ടോ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. ഏത് പല്ലില്ലാത്ത ആൾക്ക് വേണമെങ്കിലും ഇത് നല്ല പോലെ കഴിക്കാൻ കേട്ടോ. സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകും. അതുപോലുള്ള പഞ്ഞി പോലുള്ള അടിപൊളി ഉണ്ണിയപ്പാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഓൾ ബൈ.